ഇതൊരു സ്വപ്നമാണെന്ന് കരുതി അല്ലേ? പരസ്യമായി നിങ്ങളെ ഞാൻ ആക്ഷേപിച്ചു, ശരിയാ. പക്ഷേ അപ്പോഴും നിങ്ങളുടെ നോട്ടം, കണ്ണുകൾ എന്നെ ചുട്ടു പൊള്ളിക്കുകയായിരുന്നു. എത്രയോ പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ ആരുടെ കണ്ണിലും ഇത്രയും പൗരുഷം ഞാൻ കണ്ടിട്ടില്ല. കണ്ണിൽ മാത്രമല്ല പൗരുഷമുള്ളതെങ്കിൽ എഴുന്നേൽക്കുന്നേ. അയ്യോ, നേരം വെളുത്തോ? എന്താ നേരത്തെ വിളിക്കായിരുന്നത്? എന്തിനാ എന്നും എന്തിനാ പാതിരാത്രി ഒളിച്ചൊളിച്ച് പിൻവാതിൽ വഴി വരുന്നേ? വർഗീസൊരാണ്, ഞാനൊരു പെണ്ണും. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധത്തിൽ എന്തോ ഒരു തെറ്റ്. നമ്മൾ എന്തിനത് മറ്റുള്ളവരിൽ നിന്ന് ഒളിക്കണം? മോഹിനി എന്താ പറഞ്ഞു വരുന്നതെന്ന് മോഹിനിക്ക് നിശ്ചയമുണ്ടോ? ഉണ്ട്. ഒന്നുകൂടി എനിക്ക് നല്ല നിശ്ചയമുണ്ട്. എനിക്ക് കരുത്തും വീറും എന്നും കൂടെ വേണം. ഞാൻ അത്രയേറെ എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. എന്നോടൊപ്പം ജീവിക്കുന്നെങ്കിൽ ഞാൻ മാത്രമല്ല വർഗീസിന് സ്വന്തമാവാ. എനിക്കുള്ളതെല്ലാം. ആലോചിക്കൂ വർഗീസ്, നന്നായി ആലോചിക്കൂ. കമ്പനിയുടെ പുതിയ GM ആയി ചാർജ് എടുത്തതിന് ശേഷം എന്തെങ്കിലും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമല്ലോ എന്ന് കരുതിയല്ല പഞ്ചിങ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. വർക്കേഴ്സ് കൃത്യമായി ജോലിക്ക് എത്തുന്നുണ്ടോ എന്നറിയാൻ മാനേജ്മെന്റിന് മറ്റൊരു മാർഗവുമില്ല. ഗോട്ട് ഇറ്റ്. എന്തായാലും 2 ദിവസത്തിനകം എല്ലാ വർക്കേഴ്സിനും പഞ്ചിങ് കാർഡ് ലഭിച്ചിരിക്കണം. കേട്ടോ വിജയ? മാഡം, ഇന്നലെ വരെ എന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരുത്തന്റെ കീഴിൽ ഞാൻ ജോലി ചെയ്യാന്ന് വെച്ചാൽ? ഓഫ് കോഴ്സ്
അത് മിസ്റ്റർ വിജയന് ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് തന്നെ പിരിഞ്ഞു പോവാം. റെസിഗ്നേഷൻ ലെറ്റർ ഇനിയും മനസ്സിലായില്ലേ? ഞാനല്ല ഇപ്പൊ അതോറിറ്റി. ഇത് നിങ്ങളുടെ പുതിയ ജീവനെ ഏൽപ്പിക്കൂ. ഒരിക്കൽ എൻ്റെ കണക്കൊന്ന് തീർത്ത് കിട്ടാൻ വേണ്ടി തൻ്റെ മുമ്പിൽ കിടന്ന് എരന്നതാ ഞാൻ. അന്ന് താൻ എന്നെ ആ പെണ്ണിൻ്റെ മുമ്പിലേക്ക് പന്ത് തട്ടി. നന്ദി ഉണ്ടടോ. അതുകൊണ്ട് താനിപ്പോൾ തൻ്റെ കണക്ക് തീർത്ത് കിട്ടാൻ വേണ്ടി എൻ്റെ മുമ്പിൽ ഇരക്കുന്നു. ഏതായാലും 1-2 ആഴ്ച താനൊന്ന് ഇരക്ക്, ഞാനതൊന്ന് കണ്ട് രസിക്കട്ടെ. എന്താ സാർ വല്ലാതിരിക്കുന്നേ? കൊടുത്തോളും, ആരെങ്കിലും ഇതിനവന് കൊടുത്തോളും. വഴി മാറടാ. വഴി മാറടാന്നോ? ആര്? ഞാനോ? ഓർമ്മയില്ലേ നിനക്കെന്നെ? നിന്റെ പെങ്ങളുടെ മാനം കെടുത്തി, നിന്റെ കൈകൊണ്ട് തന്നെ നിന്റെ അച്ഛൻ്റെ ചോര വീഴ്ത്തി, നിന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞയച്ച ആ പഞ്ഞിക്കാരനെ ഓർമ്മയില്ലേ? ഇതയാളാ, ആ പഴയ പഞ്ഞിക്കാരൻ. മാറ്, നീ എനിക്ക് വേണ്ടി വഴി മാറ്. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി നിനക്ക് ഈ നാട്ടിൽ നിന്ന് ഓടേണ്ടി വരും. അല്ലെ നിന്റെ കുടലെടുത്ത് ഞാൻ കത്തിക്കും. മനസ്സിലായോടാ പട്ടി? എന്താടാ നോക്കുന്നത്? സംശയമുണ്ടോ നിനക്ക്? എനിക്കതിന് കഴിയൂടാ. ഇപ്പോ എന്നോടല്ലടാ പറഞ്ഞത് വഴി മാറാൻ. നീ എന്നെ കൊല്ലാൻ പോവാ? ദേവാ, നീ നിന്റെ ബുദ്ധി ഉപയോഗിക്കേ. ആ തോക്കിൽ ആകെ ഒരുണ്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കൊല്ലാതെ ഈ കാട്ടുപള്ളിക്ക് വെടിവെക്കേ. ഒന്നും തെറ്റരുത്. വെടികൊണ്ട ഈ വള്ളി പൊട്ടി നിന്റെ അച്ഛൻ രക്ഷപ്പെടും. ആലോചിച്ച സമയങ്ങളല്ലേ, നിന്റെ അച്ഛനെ രക്ഷിക്കേ. പോയി. അടുത്തത് നീയാ. നീ ഉത്സവം കഴിഞ്ഞ ആളുകൾ വരിക. അവരോട് ഞാൻ പറയും നിന്റെ അച്ഛനെ കൊന്നത് നീയാന്ന്. ഞാൻ പറയും, അവർ നിന്നെ പിടിച്ച് പോലീസിലേപ്പിക്കും. പോലീസിന്റെ കൈ കിട്ടിയാ തീർന്നു. രക്ഷപ്പെടണമെങ്കിൽ ഓടിക്കോ. രക്ഷപ്പെടണോ? ഓടിക്കോ, ഓടിക്കോ. അവർ വരുന്നതിന് മുമ്പ് ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. വേഗം.